ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരാളെ കാണാൻ പോവുകയാണ്. ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കൊണ്ട് കാണാൻ പോവുകയാണ്. ആളുടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. എനിക്ക് വലിയ സെറ്റിങ്സും കാര്യങ്ങളൊന്നും അറിയത്തില്ല. എനിക്കറിയാവുന്നതുള്ളതുപോലെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടേ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ഒരു കുഞ്ഞ് കമൻ്റ് ഇടാൻ പറ്റുമെങ്കിൽ കമൻ്റ് ഇടണേ. നമുക്ക് അങ്ങോട്ട് പോവാം. ആൾ ഇതായിരിപ്പുണ്ട്. ഇതാണ് നമ്മളെ പട്ടി കടിച്ച് കിട്ടിയ ക്യാറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കോലം. എന്നെ കണ്ടപ്പോൾ അതാ ചന്തിയെല്ലാം പൊക്കിതാ ഇരിക്കുന്നിടത്തുനിന്ന് എഴിക്കുന്നു. ഞാൻ അവന് വല്ല കഴിക്കാൻ കൊണ്ടുവന്നോ എന്ന് നോക്കുന്നതാണ്. ഇപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കാണണം. ഞാൻ അവന് വേണ്ടി ചോറും മീനും കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഐശ്വര്യമായിട്ട് അവൻ കഴിക്കണുണ്ടോ. ഞാൻ വേറെ എൻ്റെ പൂച്ചയുടെ ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്ത് വെറുതെ ഇട്ട് കൊടുത്ത കേട്ടാ. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ബെൽറ്റൊക്കെ ഒന്ന് ഇട്ടോട്ടെ. അവൻ്റെ ജീവിതത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നും ഹസ്ബൻഡ് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. പൂച്ചയെ കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ട്. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞ് പൂച്ചയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും വരണമെന്നില്ല. ചിലപ്പോൾ കാണാൻ വരെയുള്ളൂ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരും വരണമെന്നില്ല. അതിനെ അറിയാം, പ്രകൃതിയിൽ ജീവിച്ച് അതിനറിയാം. അതങ്ങ് പൊയ്ക്കോളൂ, അതിന് ഇത്തിരി ആരോഗ്യം വീണ്ടെടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോഴത്തേക്കും വീടിനകം നാറ്റാതെ വേഗം കൊണ്ടുവിട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ്റെ മൂക്കിനിട്ടെല്ലാം ചെറിയ പട്ടിയെ കടിയെ എങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടാവാം ആ പിടിവലിക്കിടയിൽ. ഇപ്പോൾ കുറച്ചൊക്കെ ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നുണ്ട്. ഭക്ഷണം നല്ല ഭക്ഷണപ്രിയനാണ്. നിറയെ ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇതൊരു വേസ്റ്റ് മെത്ത കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ എൻ്റെ പൂച്ചകൾക്ക് കിടക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ എന്തായാലും ഇവന് ഉപകാരമായി. ഇവൻ രാത്രിയെല്ലാം ഇതിനകത്താണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഇവൻ്റെ മുറിവിൻ്റെ കാര്യം, മുറിവൊക്കെ ഏകദേശം കരിഞ്ഞു. ഇപ്പം ഈ പഴുപ്പ് വരുന്നുണ്ടെങ്കിൽ ഈ വാലിൽ കുറച്ച് ഈ മുറിവ് കാണുന്നില്ലേ, ഇതിൽ നിന്ന് കുറച്ച് വരുന്നുണ്ട്. ഈ ബാക്കിയുള്ളതൊക്കെ മുറിവെല്ലാം നല്ല മൂടി വന്നിട്ടുണ്ട്. അപ്പം അവൻ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അപ്പുറത്ത് ബാക്ക് സൈഡിൽ കുറച്ച്, ആ സൈഡിൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് മുറിവ് ഇനിയും ഒതുങ്ങി വരാനുണ്ട്. ബാക്കിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ അവൻ നന്നായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവൻ്റെ നമ്മളിങ്ങനെ അവൻ്റെ ശരീരത്തിലിങ്ങനെ സ്കിന്നിങ്ങനെ പിടിച്ച് വലിക്കുമെങ്കിൽ ഇപ്പോൾ ഒരുമാതിരി വയസ്സായ അപ്പൂപ്പന്മാരെ അമ്മച്ചിമാരെയൊക്കെ തൊലി പോലെ ഒരുമാതിരി ഇങ്ങനെ വലിഞ്ഞു വരും. കാരണം അവൻ്റെ ബോഡിയിൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന ക്യാറ്റല്ലേ. അപ്പോൾ അവൻ്റെ ബോഡിയിലുണ്ടായിരുന്ന ഫാറ്റെല്ലാം പോയി ഒരു പരുവായതാണ്. ഇപ്പോൾ ഇനി അവൻ രക്ഷപ്പെട്ടിങ്ങനെ വരുന്നേ ഉള്ളൂ. വേണ്ട, പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ആർക്കും വേണമെന്നില്ല. നമ്മൾക്ക് ചിക്കൻ വാങ്ങി പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ രോഹു കട്ട്ല എന്നൊക്കെ പറഞ്ഞൊരു മീനില്ലേ, അത് പോയി വാങ്ങിക്കൊണ്ട് വന്നു. എനിക്ക് വേറെ ഒരു പൂച്ചയുണ്ട്, ലിയോ. അതിന് ഇറച്ചിയൊന്നും കഴിക്കാൻ വയ്യ. വല്ലതും കൊടുക്കുകയാണെങ്കിൽ അരച്ച് കലക്കിയേ കൊടുക്കുള്ളൂ. പിന്നെ അപ്പോഴത്തേക്ക് അത് മീൻ കണ്ടാൽ ചിലപ്പോഴത്തേക്ക് വേറെ കടൽ മീനൊന്നും കഴിക്കില്ല കേട്ടോ. ഈ കായൽ മീൻ രോഹു, ഇവിടെ രഹു എന്നാണ് പറയുന്നത്, ആ മീൻ കണ്ടാൽ കുറച്ച് കഴിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ 1 കിലോ പോയി വാങ്ങിക്കൊണ്ട് വന്നു, കുറേശ്ശെ കൊടുക്കാമെന്ന് വെച്ചിട്ട്. ഇവിടെ 150 രൂപ വിലയുണ്ട് 1 കിലോയ്ക്ക്. ഇത് വേണ്ട, സുന്ദരനായിട്ടില്ലേ കുറച്ച്. അവന് ആഗ്രഹം ഉണ്ടാവും കേട്ടോ എൻ്റെ കൂടെ ഇവിടെ കഴിയാനേ. നല്ല ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഭക്ഷണമൊക്കെ നന്നായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഇഷ്ടം കാണും എൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ടതുണ്ടെങ്കിൽ പോയി തന്നെ ആകണം.
അതാണ് നമ്മളെ ഈ പൂച്ചക്കുട്ടൻ്റെ കാര്യവും. അവൻ്റെ കളറ് ജിഞ്ചർ കാറ്റാണ്. പിന്നെ ഇവിടെ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നതിൽ ആർക്കെങ്കിലും ഹൈദരാബാദിൽ ബന്ധുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വേണമെങ്കിൽ അവരിപ്പോൾ ഒരു സിക്കന്ദരാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വരെ വേണമെങ്കിൽ ഞാൻ ഇവനെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കാം. ആരെങ്കിലും അങ്ങനെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ. കാരണം കടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാനൊന്ന് ക്ലീനിങ്ങൊക്കെ ചെയ്ത് കുളിപ്പിച്ച് നീറ്റാക്കി അവൻ്റെ ചെവിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം നല്ല നീറ്റാക്കി അവർക്ക് കൊടുക്കാം. ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇവിടെ ഒരു മേഡം ഉണ്ടെന്ന് പറയുന്നുണ്ട്, റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്നുള്ള. ഇവിടെ ആരെയും പരിചയമില്ല എന്ന് പറയുന്നു. അവർ പിന്നെ ആരെങ്കിലും അറിയാമെങ്കിൽ അങ്ങനെ. ഫ്രണ്ട്സ്, അവൻ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് സ്റ്റോറേജ് ഫുള്ളായെന്ന് പറഞ്ഞുകൊണ്ട് നിന്നുപോയേ. അങ്ങനെയൊക്കെ അവൻ കഴിച്ചു തീർന്നു. അപ്പോൾ ആ ഒരു മേഡത്തിൻ്റെ അവർക്ക് ഇവിടെ അറിവിൽ ആരെയും ഇല്ല കേട്ടോ. ഇതങ്ങനത്തെ ഒരു സ്ഥലമാണ് ഹൈദരാബാദ് എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറയാം. അപ്പോൾ അവർക്ക് ഇവിടെ ആരും പരിചയമില്ല, എനിക്കും ആരും പരിചയമില്ല. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ജീവിയെ അതിനെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു രക്ഷയില്ല. നമ്മളെ പോക്കറ്റ് കാലിയാവണതല്ലാതെ പോക്കറ്റ് കാലിയാവുന്നതല്ലാതെ ആരും നമ്മളെ സഹായിക്കാനോ ഒന്നിനും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ലിയോ. ഈ പൂച്ചയെ കാണാൻ വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ കാര്യം. ഒരു രക്ഷയുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ജീവിയെ ഒന്നിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇടമാണ് കേട്ടോ. ദേവൻ ചന്തയും കൊണ്ട് പൊങ്ങണുണ്ട്. ഇനി അപ്പിടാനോ മറ്റോ ആവാമെന്ന് അറിയണ്ട. ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ മണ്ണ് വെച്ചിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് മണ്ണെടുക്കാൻ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ക്യാറ്റിനെ ഞാൻ ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ഷെയ്ഡുകളും കാര്യങ്ങളും മുറിവുകളൊക്കെ ഉണ്ട് അവന്. അതൊക്കെയും കൂടെ ഇനിയൊരു 7 ദിവസം കൂടെ കിട്ടും അവനിവിടെ റെസ്റ്റ് ചെയ്യാൻ. ഇന്നും രാവിലെ വിളിച്ച് പൂച്ചയെ വിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇവിടെ ഇല്ലല്ലോ, അവിടെ കിടന്ന് ബഹളം വയ്ക്കേണ്ട, 5-6 ദിവസം കൂടെ അവൻ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അവനിത്തിരി ഹെൽത്തൊക്കെ വീണ്ടെടുത്ത് അവനെ ഓടി രക്ഷപ്പെടാനെങ്കിലും ഒരു ആരോഗ്യം വേണ്ടേ. പിന്നെ ശരി, ഇവിടെ വീടിനകം നാറ്റാതെ വേഗം കൊണ്ട് ആക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും കട്ട് ചെയ്തു. എന്തായാലും ഇവന് എന്തോ ഒരു ദൈവം, അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. ഇവന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ദൈവം പറഞ്ഞയച്ചത്. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.